ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? അപ്പം ഞാൻ ഇന്ന് മുണ്ടയാമ്പറമ്പ് ദേവി ക്ഷേത്രത്തിനെ കുറിച്ച് ഒരു ഇൻട്രോ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇൻട്രോ അല്ല, ഒരു സ്റ്റോറി പറയാൻ വന്നിരിക്കുകയാണ്. അപ്പം ഇതാണ് അമ്പലം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബാക്കി കണ്ടിട്ട് വന്നാലോ. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്നും 10 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് മുണ്ടയാമ്പറമ്പ്. ഉച്ചതിരിഞ്ഞാൽ ഉച്ചരിക്കാൻ പാടില്ലാത്ത ദേശമെന്ന പുകൾപെറ്റ മുണ്ടയാമ്പറമ്പ്. പുഴകളാൽ ചുറ്റപ്പെട്ട് കാവുകളാൽ അലങ്കൃതമായ ഈ ദേശത്തിൻ്റെ ഗ്രാമദേവതയായി ലോകമാതാവ് ശ്രീ മുണ്ടയാമ്പറമ്പിലമ്മ കുടികൊള്ളുന്ന തറക്കുമിത്തൽ ഭഗവതി ക്ഷേത്രം. ഉച്ചതിരിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെയോ ദേവിയുടെയോ നാമം ഉച്ചരിക്കാൻ പാടില്ലാത്ത ദേശമായിരുന്നു. മിണ്ടാപ്പറമ്പെന്ന് അറിയപ്പെട്ടിരുന്ന ഈ ദേശം കാലാന്തരത്തിൽ മുണ്ടയാമ്പറമ്പ് എന്നായി മാറിയെന്നാണ് വിശ്വാസം. ചണ്ടമുണ്ട അസുരന്മാരെ നിഗ്രഹിച്ച സ്ഥലമായതിനാലാണ് മുണ്ടയാമ്പറമ്പ് എന്ന പേരുണ്ടായത്. ആചാരവൈവിധ്യമാണ് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. ക്ഷേത്രത്തിൽ തെയ്യങ്ങൾക്കോ മറ്റു ചടങ്ങുകൾക്കോ ചെണ്ട ഉപയോഗിക്കാത്ത അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. നിരവധി കാവുകൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നിത്യപൂജയില്ലാത്ത ക്ഷേത്രമാണിത്. അസുര നിഗ്രഹത്തിനായി ശ്രീ കൊട്ടിയൂർ പെരുമാളീശ്വര സന്നിധിയിൽ നിന്നും ഉത്ഭവിച്ച ശക്തി മുണ്ടയാമ്പറമ്പിൽ കുടികൊണ്ടു എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൽ ഭഗവതിയെ വലിയ തമ്പുരാട്ടി എന്നും ചെറിയ തമ്പുരാട്ടി എന്നും ആരാധിക്കുന്നു. ഒപ്പം പെരുമ്പേശാൻ ദൈവത്തിൻ്റെ സ്ഥാനവും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന് സമീപത്തെ അറവിലാൻ കാവാണ് അറവിലാൻ ദൈവത്തിൻ്റെ സ്ഥാനം. ഈ ക്ഷേത്രത്തിൽ 3 തരത്തിലുള്ള പൂജാക്രമങ്ങളാണുള്ളത്. ശ്രീകോവിലിൽ ബ്രഹ്മപൂജയും തറക്കുമിത്തൽ സ്ഥാനത്ത് കല്ലാടിയുടെ നേതൃത്വത്തിലുള്ള കർമ്മങ്ങളും താഴേക്കാവിൽ കോമരത്തിൻ്റെ നേതൃത്വത്തിലുള്ള കർമ്മങ്ങളും നടക്കുന്നു. സ്വാത്വികാചാരപ്രകാരമുള്ള പൂജാവിധികളും കൗളാചാരപ്രകാരമുള്ള പൂജാവിധികളും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. വനത്തിലുള്ള ഒരു ശക്തിക്ക് രൂപവും ഭാവവും നൽകി പൂർവികരാൽ സ്വാത്വികമായും തമോ ഗുണത്തോടും രാജഗുണത്തോടും കൂടി കർമ്മങ്ങൾ ചെയ്ത് വിളിച്ചാൽ വിളപ്പുറത്തെത്തുന്ന ശക്തിയാണമ്മ. മണ്ഡലകാലത്തും പുത്തരി ദിവസവും നവീകരണ കലശത്തിനും ഉത്സവങ്ങൾക്കും സംക്രമ ദിവസങ്ങളിലുമാണ് നട തുറക്കുന്നത്. അപ്പൊ എല്ലാരും അമ്പലവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഇനി നമുക്ക് അമ്പലത്തിന്റെ അമ്പലക്കുളം കണ്ടിട്ട് വന്നാലോ. അപ്പൊ വാ, നമുക്ക് പോയിട്ട് വരാം. അമ്പലക്കുളത്തിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്റ്റെപ്പുകളൊക്കെയുള്ള ഒരു വഴിയിലൂടെയാണ് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാ കാണുന്നത് ഊട്ടുപുരയാണ്. ഊട്ടുപുരയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഉത്സവത്തിന് അത് പണി തീർക്കാനാണ് അമ്പല കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഊട്ടുപുരയുടെ പണി തീർക്കുമെന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ ആ ഊട്ടുപുരയുടെ സൈഡിലൂടെയാണ് ഞങ്ങൾ അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങേണ്ടത്. അമ്പലക്കുളം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ചൈതന്യമുള്ളൊരു സ്ഥലമാണ് അല്ലേ? അമ്പലത്തിൽ പോയവർക്കെല്ലാം അറിയാം. അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു പ്രത്യേക തരം സുഖം തന്നെയാണ്. ചെരുപ്പുകളൊക്കെ ഊരി ആ വെള്ളത്തിൽ കാലുകുത്തുമ്പോഴുള്ളൊരു സുഖം വേറെ തന്നെയാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അങ്ങനെ അമ്പലക്കുളത്തിലൊക്കെ ഇറങ്ങി കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ അമ്പലക്കുളം ഇതാണ്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പം നമ്മൾ ആദ്യം തന്നെ വന്ന് കാലും മുഖവും ഒക്കെ കഴുകി ഫ്രഷ് ആയിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് ഇവിടെ നിന്നായിരിക്കും. അമ്പലക്കുളത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയയിലാണ് അമ്പലക്കുളം. അപ്പോൾ ഗൈസ്, നമ്മൾ കുളമൊക്കെ പരിചയപ്പെട്ടു അല്ലേ? ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടയാമ്പറമ്പ് ദേവി ക്ഷേത്രത്തിൽ ഒരുപാട് നിരവധി കാവുകളുണ്ട്. അപ്പോൾ ആ നിരവധി കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാവാണ് കോഴിവെട്ടുത്സവത്തിന് കോഴീനെ ഇറക്കുന്ന കാവ്. അപ്പം നമുക്കതൊന്ന് കണ്ടിട്ട് വന്നാലോ. ലെറ്റ്സ് ഗോ ഗൈസ്. മുണ്ടയാമ്പറമ്പ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 6 കാവുകളാണുള്ളത്. അതിലെ ഒരു കാവാണ് അറവിലാൻ കാവ്. ആ അറവിലാൻ കാവാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അടുത്ത മാസം ഏപ്രിൽ ഈ ഉത്സവത്തിന് അറവിലാൻ കാവിലാണ് മെയിൻ ഉത്സവം. അത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പം ഗൈസ്, ഞാൻ പറഞ്ഞ കോഴി വെട്ടുന്ന കാവ് ഇവിടെയാണ്. ഇതാണ് ആ കാവ് മെയിനായിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ വിശദമായ വീഡിയോ കണ്ടിട്ട് വന്നാലോ. ലെറ്റ്സ് ഗോ. ഇതാണ് ഞാൻ പറഞ്ഞ അറവിലാൻ കാവ്. മേടത്തറ ഉത്സവത്തിന് മെയിനായിട്ട് നടക്കുന്ന ഉത്സവം കോഴിവെട്ടുത്സവമാണ്. അപ്പം കോഴികളെ അറക്കുന്ന ഉത്സവമായിട്ടാണ് അറിയപ്പെടുന്നത്. എല്ലാ വീഡിയോയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മേടത്തറ ഉത്സവത്തിൻ്റെ എല്ലാ പോർഷൻസും ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ഇതിലിടുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ കാണുക.
അപ്പൊ ഗൈസ് നമ്മള് അമ്പലത്തിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കമന്റിൽ അറിയിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഉത്സവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഉത്സവം വൈബൊക്കെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൂടെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗൈസ്, ബൈ ബൈ.